പ്രഭുജിയുടെ വീട് കണ്ടില്ലേ? നമുക്ക് എല്ലാവർക്കും ഒരു പാഠമാണ് ഒരു ഗോസ്വാമി എങ്ങനെയാ ജീവിക്കേണ്ടത്. കണ്ടില്ലേ, വളരെ പാവം പ്രഭുജിയാണ്. അന്നേരം പ്രഭുജി വലിയൊരു വ്യവസായിയൊക്കെ ആയിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് ഹരേ കൃഷ്ണ. ഇത് പറയുമ്പോൾ കണ്ണ് നിറയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് രഘുനാഥ് ദാസ് ഗോസ്വാമിയാണ്. കാരണം ചൈതന്യ മഹാപ്രഭു രഘുനാഥ് ദാസ് ഗോസ്വാമി എത്രയോ വലിയ പണക്കാരനാണ്, വ്യവസായിയായിരുന്നു. നിത്യാനന്ദനെ കണ്ടതോടുകൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട് വന്നു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും ചോദിക്കും, എന്താണ് ഇന്ന് രഘുനാഥ് കഴിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ജഗന്നാഥ് പുരിയിൽ നിന്ന് ഇങ്ങനെ ഭക്ഷണം പ്രസാദമാണ് കഴിക്കുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എന്താ കഴിക്കുന്നത് ചോദിച്ചു. ആ പ്രസാദം കളയുന്ന ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് എടുത്തിട്ടാണ് ഇപ്പം കഴിക്കുന്നത്. എന്നിട്ട് ഇപ്പം എവിടെ നിന്നാണ് കഴിക്കുന്നത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് ഈ പ്രസാദം ഉപേക്ഷിച്ചിട്ട് മൃഗങ്ങൾ ഉപേക്ഷിച്ച സ്ഥലം, അവിടുന്ന് ആ ചോറ് വെള്ളം കഴുകി അതാണിപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാപ്രഭുവിന്റെ കണ്ണീര് വന്നു. മഹാപ്രഭു പറഞ്ഞു, ഇപ്പൊ എനിക്ക് രഘുനാഥനെ കാണുന്നുണ്ട്. അങ്ങനെ മഹാപ്രഭു ഓടി ചെല്ലുകയാണ്. അന്നേരം ഒരു കുടിലാണ്, കുടില് ചെന്നപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോ രഘുനാഥ് കഴിക്കാൻ ഇരിക്കുകയാണ്. അതായത് ജഗന്നാഥ്പുരിയിലെ ജഗന്നാഥ് പ്രസാദം ഉപേക്ഷിച്ച ഒരു സ്ഥലമുണ്ട്, കുപ്പയുണ്ട്. അവിടെ നിന്നാണ് മൃഗങ്ങൾ കഴിക്കുന്നത്. എന്നിട്ട് മൃഗങ്ങൾ പോലും തിരിച്ചാണ്, എത്രയോ ദിവസം പഴക്കമുള്ള ജഗന്നാഥ് പ്രസാദം മൃഗങ്ങൾക്ക് പോലും വേണ്ടാത്ത അത് ഇദ്ദേഹം കഴുകി അത് കൊണ്ടുവന്നിട്ട് അതാണ് കഴിക്കുന്നത്. വലിയ കോടീശ്വരൻ. എന്നിട്ട് അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനത്തിന് വേണ്ടി ഏർപ്പെടാം എന്ന് തീരുമാനിച്ചപ്പോൾ അച്ഛനും അമ്മയും പല രീതിയിലും കെട്ടാൻ നോക്കും. കയറൊക്കെ ഇട്ട് കാലൊക്കെ കെട്ടിയിടും, സൈനികരെ വെച്ചിട്ടുണ്ട് ഫുൾ കവറിങ് ആയിട്ട്. അന്നേരം അമ്മ പറഞ്ഞു, ഇതൊന്നും പോരാ, നല്ല ടൈറ്റായിട്ട് കെട്ടണം. ഉടനെ അച്ഛൻ എന്താ പറയുന്നറിയാം, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യ, ഇത്രയും കോടാനുകൂടി കാശുണ്ട്, ഇതൊന്നും അവനെ കെട്ടാൻ പറ്റുന്നില്ല, പിന്നെ ഏതാ കെട്ടാൻ? ദേവേന്ദ്രനെ പോലെ സ്വത്തുമുണ്ട്, അത്രയും സുന്ദരിയായിട്ടുള്ള അപ്സരസിനെ പോലെ ഒരു ഭാര്യയുണ്ട്, ഇതൊന്നും അവനെ കെട്ടാൻ പറ്റുന്നില്ല, പിന്നെ ഈ ലോകത്തെ ഏത് കയറിനാണ് ആ ശക്തിയുള്ളത്? കാരണം ചൈതന്യ മഹാപ്രഭു അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പം വിട്ടാലും അവൻ ചൈതന്യ മഹാപ്രഭുവിന്റെ അടുത്തേക്ക് പോകും. സാക്ഷാൽ നിത്യാനന്ദ പ്രഭുവിന്റെ പരമ അവധൂതന്റെ കാരുണ്യം ലഭിച്ച പിന്നെ എന്തിനോടെങ്കിലും താല്പര്യം കാണും ഈ ലോകത്തുള്ള. അതേപോലെ ഒരു പ്രഭുജിയാണ്, വർഷങ്ങളായിട്ട് എനിക്ക് അറിയാവുന്ന പ്രഭുജിയാണ്. ഇവിടെ ആലുവക്കാരൻ, മലയാളി, വ്യവസായി, എല്ലാം പുല്ലുപോലെ എറിഞ്ഞിട്ട് വിവാഹം ഉറപ്പിച്ചതാണ്. പെണ്ണ് കാണൽ ചടങ്ങ് എല്ലാം കഴിഞ്ഞ് ഉറപ്പിച്ചതാണ്. ഒന്നും ജഗന്നാഥ് പുരി പോയി ജഗന്നാഥനെ കാണുമ്പോൾ തിരിച്ചു വന്ന് മുടിയൊക്കെ ശരി. വീട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോയി. അവര് മത്സരമായിട്ട് 3 നേരം പ്രഭുജിയുടെ മുമ്പിൽ വെച്ച് നോൺ വെജ് കഴിക്കാൻ തുടങ്ങി. പ്രഭുജിക്ക് ഒരു മാറ്റം. എന്താ പറയാ, മഹാപ്രഭുവിന്റെ അനുഗ്രഹം കിട്ടി, ജഗന്നാഥന്റെ അനുഗ്രഹം കിട്ടി, അല്ലാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ജഗന്നാഥന്റെ ഒരു ലീല അങ്ങനെ പറയാം, ജഗന്നാഥന്റെ ലീലയാണ്. ജഗന്നാഥന്റെ രഥയാത്ര നടക്കുകയായിരുന്നു. രഥയാത്രയ്ക്ക് ഞാനവിടെ വന്നു. അപ്പം നല്ല ചൂട്, രഥയാത്രയുടെ അന്ന് നല്ല ചൂട്. അപ്പൊ ഞാൻ കേരളത്തിൽ ഒരു സൈസ് പമ്പ് കണ്ടിരുന്നു. ഈ പമ്പ് കണ്ടപ്പോൾ എന്റെ മനസ്സിൽ ഒരു ധ്യാനം വന്നു, ഈ പമ്പ് കൊണ്ട് ഉപകാരമുണ്ട്, ഇതിലേക്ക് വെള്ളം വലിച്ചിട്ട് ആൾക്കാരുടെ മുഖത്ത് ഇങ്ങനെ വെള്ളം അവർക്കൊരു ഇത്തരം ഒരു ഇത് കിട്ടും. അപ്പൊ വെള്ളം ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ വരും, അല്ലാതെ ഒരൊറ്റ ഇതിൽ വരില്ല. അപ്പൊ അങ്ങനെ മഴ വരുന്ന പോലെ വെള്ളം വരുന്നത്, അതൊക്കെ അവർ നമ്മളെ കാണിച്ചു തന്നു. ഇത് വാങ്ങുന്നതിന് മുമ്പേ അതൊക്കെ കാണിച്ചു തന്നു. അത് റോഡ് സൈഡിൽ ഇട്ട് വിൽക്കുന്നതാണ്, പിത്തളയുടെ. അപ്പൊ എന്നെ ഇത് കാണിച്ചപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ വലിയൊരു സന്തോഷം. ഒരു ബക്കറ്റ് വെള്ളം എടുക്കുക, ബക്കറ്റിൽ നിന്ന് വെള്ളം വലിച്ചെടുക്കുക, ഇങ്ങനെ ആൾക്കാരുടെ മുഖത്ത് അടിക്കുക, അപ്പൊ അവർക്കൊരു സുഖം. അപ്പൊ ഞാനിത് ജഗന്നാഥപുരിയിലേക്ക് കൊണ്ടുപോവാണ്. ഇതിന് 250 രൂപ കൊടുത്ത് ഞാൻ മേടിച്ചതാണ് കേരളത്തിൽ വെച്ച്. ഇത് ജഗന്നാഥപുരി കൊണ്ടുപോയി ഇത് രഥയാത്രയുടെ അന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. അതുവരെ ആശ്രമത്തിൽ പോലും ഞാൻ കാണിച്ചില്ല. ആശ്രമത്തിലാണ് ഇത് ആദ്യം തന്നെ കാണുക. അപ്പം മഹാരാജന്മാരെല്ലാം കണ്ടിട്ട് ഇതെന്താ രാഘവ വൈ. അപ്പൊ ഫസ്റ്റ് ഗുരുമഹാരാജിന്റെ മുഖത്തേക്ക് അടിക്കുന്നത്. ഗുരുമഹാരാജിന്റെ മുഖത്ത് എന്ന് പറഞ്ഞാൽ ഗുരുമഹാരാജ് മറ്റേ സമാധിയായിട്ട്. അപ്പം ഗുരുമഹാരാജ് ഗോലോകത്തിൽ പോയതിനു ശേഷം ഇതാണല്ലോ,
ചെറിയ ഇത് അപ്പൊ ഞാനിത് അതിലേക്ക് ആദ്യം അടിച്ചു. അതായത് മഹാന്റെ മുമ്പിലേക്ക് ഇങ്ങനെ അടിച്ചു. രാഘവ എന്തൊക്കെയാണ് വൈ ഇത് അവസാനം അവിടുന്ന് ബക്കറ്റും തൂക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പം ബക്കറ്റിലെ വെള്ളം ഉള്ളത് കമ്പി കിടന്നു. റോഡ് സൈഡിലൊക്കെ പൈപ്പുണ്ട്. ഈ രഥയാത്രയ്ക്ക് അങ്ങനെ ഒരു ഭംഗിയുണ്ട്. ഒരു 10 മീറ്റർ 50 മീറ്റർ ഇടവിട്ട് പൈപ്പുകളുണ്ട്. ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുക, റോഡ് സൈഡിന്റെ ഒരു സൈഡിൽ നിൽക്കുക, ആൾക്കാർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, ഇങ്ങനെ അടിക്കുകയാണ്. വെള്ളം വലിച്ചെടുക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുകയില്ല. ഒരുപാട് സമയം എടുത്തു. ബലരാമിന്റെയും സുഭദ്രാദേവിയുടെയും രഥം നീങ്ങി, പിന്നെ ജഗന്നാഥന്റെയാണ് നീങ്ങുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചു, നമുക്കിനി രഥത്തിൽ നിന്ന് പിടിക്കാം. അപ്പൊ എന്റെ ബക്കറ്റ് ഈ മുനിസിപ്പാലിറ്റിക്കാരെ ജോലിക്കാരെ പോലെ ഒരു വലിയ ബക്കറ്റുണ്ട്. ബക്കറ്റ് 120 കൊടുത്ത് റോഡ് സൈഡിൽ നിന്ന് മേടിച്ച ബക്കറ്റാണ്. അതിനകത്തോടെ ഈ പമ്പും ഇട്ട് എന്നിട്ട് ഇങ്ങനെ കോളത്തിട്ടിരിക്കുകയാണ് ബക്കറ്റ്. എന്നിട്ട് ഞാൻ രഥത്തെ പിടിക്കാൻ പോവുകയാണ്, വടത്തെ പിടിക്കാൻ പോവുകയാണ്. അങ്ങനെ വടത്തെ പിടിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയോ വടത്തെ നമ്മുടെ കൈ കിട്ടി. പക്ഷെ പിറകുന്നൊരു രഥം വലിക്കാൻ ഒരു വിസിലും ഇതൊക്കെ ഉണ്ട്. ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും പിറകുന്നൊരു തള്ളു ആ തള്ളിയിൽ എന്നെ സംഭവിച്ചെന്നറിയാം. എന്റെ ഒരു കാലം വടത്തിനപ്പുറത്തോട്ടായി. വടം പൊങ്ങി കുതിരപ്പുറത്തിരിക്കുന്നത് പോലെ ഞാൻ വടം പൊങ്ങി 10 മിനിറ്റോളം വടം വലിക്കുന്നു തുടങ്ങി. ഞാൻ കുതിരപ്പുറത്ത് ചാടാൻ പറ്റില്ല. ഇത്ര ഹൈറ്റിലാണ് വടം ഇത്ര ഹൈറ്റിലാണ്. അത് ബലറാം സ്വാമിയുടെ, ജഗന്നാഥിന്റെ അല്ല, സുഭദ്രാദേവിയുടെ അല്ല, ബലറാം സ്വാമിയുടെ, അതായത് നിത്യാനന്ദ പ്രഭുവിന്റെ. അപ്പൊ നോക്കിയാണ് ഇതിനുണ്ടാ ആ ഒരു പ്രതിഫലം തന്നതാണ്. ഈ പിടിക്കാൻ പോയി കയറിൽ പൊക്കി കയറെ പിടിച്ചപ്പം എന്റെ പുറകിലുള്ള തള്ളു കിട്ടിയപ്പം എന്റെ ഒരു കാല് ടക്കന്ന് അങ്ങോട്ട് വീണു. ഒരു കാല് പിന്നെ പൊങ്ങി. പിന്നൊന്ന് പറഞ്ഞ് 10 മിനിറ്റ് ആൾക്കാരൊക്കെ എന്നെ നോക്കുന്നത്. അത് നിന്നതിന് ശേഷമാണ് ഇറങ്ങി രക്ഷപ്പെട്ടു. അതും തോളത്ത് വലിയ ബക്കറ്റുണ്ട്. ആ ബക്കറ്റിനകത്ത് പിന്നല്ലാതെ ബക്കറ്റ് നാളെ കളയാൻ പറ്റും. 100 രൂപ കൊടുത്ത് മേടിച്ചതല്ല. പെട്ടെന്ന് തന്നെ പുതിയ ബക്കറ്റ്, ഈ ഉപയോഗിച്ച ബക്കറ്റിലല്ല, നമ്മൾ നല്ല ബക്കറ്റ് തന്നെയാണ്. കാരണം വെച്ചാൽ ആൾക്കാർ മുഖത്ത് വെള്ളം അടിക്കുമ്പോൾ ആൾക്കാർ നോക്കില്ലേ, ബക്കറ്റ് മോശമാണെങ്കിൽ അതുപോലെ നോക്കില്ലല്ലോ. അപ്പൊ നല്ല പുതിയ ബക്കറ്റ് തന്നെ മേടിച്ച് വെക്കുന്നത്. എന്നിട്ട് ആ ബക്കറ്റും ആ പൈപ്പും ആശ്രമത്തിൽ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് തുളസിക്ക് ജലമടിക്കാനൊക്കെ നല്ല. അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പിന്നെ ഒരു അനുഭവം ഉണ്ട്. ഈ കുണ്ടിച്ച മന്ദിരത്തില് ജഗന്നാഥിനെ കാണാനായിട്ട് കയറുന്നതിന് വലത്ത് സൈഡ്, ഇടത്ത് സൈഡിൽ കയറുമ്പോൾ ഇടത്ത് സൈഡിൽ ഊഞ്ഞാല്, ചെറിയൊരു ഊഞ്ഞാല്. ആ ഊഞ്ഞാലില് ഗോപാലിനെ വെച്ചിട്ടുണ്ട്. ഗോപാലിനെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അന്ന് കാണിച്ച ലീല ഞാൻ എന്നെ മറന്ന് ചെയ്തതാണ്. ഗോപാലിന്റെ ഊഞ്ഞാലിന്റെ അടിയിൽ കിടക്കുന്ന ഉരുളിയാണ്. ചെളി എന്ന് പറഞ്ഞാൽ മഹാ ചെളിയാണ്, ഉരുളുകയാണ്. എനിക്കറിയില്ല, എന്റെ സ്വഭാവമെല്ലാം നഷ്ടപ്പെടുത്തി. അതിന്റെ പോലെ ഇപ്പൊ കൂടി തന്നു. എന്നെ ദിവസം നീ ഊഞ്ഞാലാട്ടിക്കും. നിനക്ക് എപ്പം നിർത്തണം തോന്നുന്നു അപ്പം നിർത്തിയാൽ മതി. ഈ ഊഞ്ഞാലല്ല ആരാ എനിക്ക് കാണിച്ചു തരാനാണ്. ഈ ഒരു ഇത് നോക്ക്, ഞാൻ ആ ഊഞ്ഞാലും കൊണ്ട് ഇന്നിപ്പോ കാലത്ത് പോയാൽ എനിക്കെന്തെങ്കിലും കിട്ടും. നമ്മൾ വേണ്ട, നമുക്കൊരു നേരം മതി. 2 നേരം ഉള്ളത് ചെയ്താൽ 2 നേരം എന്തെങ്കിലും കിട്ടും.